ഒരു ആത്മാക്കളെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ്. അവരെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ആത്മാക്കൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മാക്കൾ സാധുക്കളെന്ന് എനിക്ക് പറയാനേ പറ്റുള്ളൂ. ചേട്ടാ ഞാൻ അനുഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ശരീരത്ത് മുരുകൻ വരും, ഗണപതി വരും, അയ്യപ്പൻ വരും, ശിവൻ വരും, ദേവി വരും, വിഷ്ണു വരും എന്നൊക്കെ ഞാൻ പറയും. ഞാൻ ഇവരെ ഇങ്ങനെ തന്നെ നോക്കുകയാണ്. അപ്പോൾ നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഇതിൽ ഏതാണ് വരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മെഡിറ്റേഷനിൽ കാണുകയാണ് മുല്ലപ്പെരിയാർ ഡാം തകരുന്നത്. ആ വീഡിയോ ഞാൻ തന്നെയാണ് എടുത്തത്. ഈ കുട്ടി പറയുന്നു 100 ദിവസത്തിനകം മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, കൂടുതൽ പോയാൽ 200 ദിവസം. നടക്കാതിരിക്കട്ടെ എന്നാണ് ഓരോ നിമിഷവും ഞാൻ ചിന്തിക്കുന്നത്. സ്വാഭാവികമായും നമുക്ക് ചുറ്റുമുള്ള ആത്മാക്കൾ നമുക്ക് ചുറ്റുപാടും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ ആത്മാവിന് ഒരു പുനർജന്മം ഉണ്ടാകാൻ, അല്ലെങ്കിൽ പുതിയതായി വീണ്ടും മനുഷ്യ ശരീരത്തിൽ ഭൂമിയിലേക്ക് വരാൻ എത്ര സമയം വരെ എടുക്കും? ആ സമയം ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യർക്കും പറയാനും പറ്റില്ല, ഒരു ആത്മാവിനും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അടിസ്ഥാനമാക്കിയാണ് ജന്മങ്ങൾ പെട്ടെന്ന് കിട്ടുന്നതും കിട്ടാതെ അലയുന്നതും നല്ലത് കിട്ടുന്നതും മോശമായി കിട്ടുന്നതും. അതങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ എപ്പോൾ കിട്ടുമെന്നുള്ളത് ആർക്കും അത് തരപ്പെടുത്താൻ കഴിയില്ല. ജോർജ് മാത്യു സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം ഒരു കത്തിയുടെ കഥ പറയുന്നുണ്ട്. ഒരു കത്തി ഒരു നല്ല പാചകക്കാരൻ്റെ കയ്യിലിരിക്കുകയാണ്. ആഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ പച്ചക്കറി എരിയാൻ ആ കത്തി ഉപയോഗിക്കുമ്പോൾ അതിലുള്ളതൊരു പോസിറ്റീവ് വൈബ്രേഷനാണ്. എന്നാൽ ആ കത്തി ഒരു കള്ളൻ്റെയോ കൊലപാതകിയുടെയോ കയ്യിൽ കിട്ടിയാൽ അയാൾ അതുകൊണ്ട് കൊലപാതകങ്ങൾ ചെയ്താൽ അതിനുണ്ടാകുന്നത് നെഗറ്റീവ് വൈബ്രേഷനാണ്. ഈ കത്തി അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് മറ്റൊരു നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളുടെ കൈകളിൽ കിട്ടുകയാണെങ്കിൽ അതിലുള്ള നെഗറ്റീവ് വൈബ്രേഷൻ അയാളുടെ സ്വഭാവത്തെ മൊത്തമായി മാറ്റാനും ഒരു പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ ആ കത്തിയെടുത്ത് മറ്റൊരാളെ കുത്തിക്കൊല്ലാനും വരെ കാരണമായേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ആ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? ഒരു മനുഷ്യൻ എപ്പോഴും നല്ലൊരു മനുഷ്യനായിരിക്കാം. അയാളെ ജീവിത അവസ്ഥ കൊണ്ടും കുടുംബജീവിത പശ്ചാത്തലം കൊണ്ടും അയാൾ നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അയാളൊരു മൃഗമായി മാറിയെന്നും വരാം. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്തരത്തിലൊരു കത്തിയാണ് കിട്ടുകയാണെങ്കിൽ, കത്തി കിട്ടുമ്പോൾ അദ്ദേഹത്തിന് അത് പ്രതികാരം ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ ഇപ്പോഴാണ് എത്തുന്നത്. എന്തുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്ന പോസിറ്റീവ് വൈബ്രേഷൻ അയാളിലേക്ക് വരുന്നില്ല? അല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, ഈ 3 എനർജിയും ഇതിനകത്ത് നിലനിൽക്കുന്നതാണ്. ഒന്നും ഒളിച്ചു പോകുന്നതല്ല, നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആ പുതിയ ഒരാൾ ഞാനാണെങ്കിൽ, ഞാൻ വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഞാൻ വലിയ കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാണ്, എനിക്ക് ശത്രുക്കളാരുമില്ല. പക്ഷേ എങ്കിലും ഞാൻ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വളരെ മോശമായ അവസ്ഥയിലേക്ക് മാറിക്കഴിയുമ്പോൾ എനിക്ക് എതിരെ നിൽക്കുന്ന ഒരാളിനെ എനിക്ക് കൊല്ലണമെന്നുള്ളൊരു ഫീലുണ്ടാവും. ആ സമയത്ത് ആ കത്തി നമ്മുടെ കയ്യിൽ വരികയാണെങ്കിൽ നേരത്തെ ഉണ്ടായേക്കാളും ഒരു നെഗറ്റിവിറ്റിയാണ് ഇദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിൽക്കുന്നത്. അതായത് ഉദാഹരണത്തിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വളരെ സാധുവായ ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നക്കാരൻ്റെ രീതിയിൽ അവരെ കൊണ്ടുവരരുത്. കാരണം അവർ പ്രശ്നക്കാരായി കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല. ലോക സമാധാനിയായിരിക്കും അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമാധാനം കെട്ടുകഴിഞ്ഞാൽ അയാൾക്ക് പോലും പിടിച്ചാൽ നിൽക്കില്ല. കാരണം എത്രത്തോളം നമ്മൾ സമാധാനപ്പെടൂ അത്രത്തോളം ഒരു നെഗറ്റിവിറ്റി, അയാളുള്ള നെഗറ്റിവിറ്റി ഡാമിൽ വെള്ളം കെട്ടി നിർത്തുന്നത് പോലെ സ്റ്റോക്കാവുകയാണ്. ആ സ്റ്റോക്കാവുന്ന സാധനമാണ് പൊട്ടിത്തെറിച്ച് വരുന്നത്. അത് തടയാൻ ആർക്കും കഴിയില്ല. ആ ഒരവസ്ഥയാണ്. ആ കത്തി ഇത്തിരി ഒരു സമാധാനമായിട്ടുള്ള ഒരു നോർമലായിട്ടുള്ള ഒരു ന്യൂട്രലായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആ കത്തിക്ക് ഉണ്ടെങ്കിൽ ശരി തന്നെ. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ അതല്ല, എല്ലാം കത്തിക്കരിച്ച് കളയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിൽ ആ പോസിറ്റീവ് എനർജിയൊക്കെ കൂടുതൽ നെഗറ്റീവ് എനർജിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് ഋഷിവര്യന്മാരുടെ അവർ ശപിക്കുന്നെന്ന് പറയുന്നത്. ശപിച്ചാൽ ഒരാൾ ഭസ്മമാവുമെന്ന് പറയുന്നത് അവർ സാധുക്കളാണ്. അവർ മാക്സിമം അങ്ങ് അറ്റമാണ്. ഈ സൈലൻസിൻ്റെയും മൊത്തത്തിൽ ഒരു സമാധാനത്തിൻ്റെ അങ്ങ് അറ്റമാണ്. ഈ നമ്മുടെ ചുറ്റുപാടുള്ള ആത്മാക്കൾ നെഗറ്റീവ് എനർജിയെ കൺട്രോൾ ചെയ്യുന്ന ഒരാളെ കൊണ്ട് കഴിഞ്ഞു പോയ ചില കാര്യങ്ങളുടെ സത്യങ്ങളുടെ ചുരുളഴിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ അങ്ങ് പറയുണ്ടായി.
അങ്ങനെയാണെങ്കിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ ഈ ആത്മാക്കളെ കൂട്ടുപിടിച്ച് നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ? ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ മരിച്ചുപോയ ഒരാളുടെ എനർജിയെ കൊണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞ് പണിയെടുപ്പിക്കുക, അത് സാധ്യമാണ്, പക്ഷെ അസാധ്യമാണ്. മനസ്സിലാവണ്ട? അപ്പോൾ നമുക്ക് എല്ലാം നമുക്കങ്ങ് ചെയ്ത് കളയാം, പ്രവചിച്ച് കളയാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പ്രകൃതിക്കൊരു നിയമമുണ്ട്. അതാത് സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് നേരത്തെ ഫിക്സഡാണ് പ്രകൃതി. അതിന് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ അത് മനസ്സിലാക്കി വെച്ചുകൊണ്ടാണ്, പ്രകൃതിയെ മനസ്സിലാക്കി വെച്ചതുകൊണ്ടാണ് ആ സ്ഥലങ്ങളിൽ പോയി താമസിക്കരുത്, ആ സ്ഥലങ്ങൾ വിട്ടൊഴിഞ്ഞു പോകണം എന്നുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കി അവർ നേരത്തെ അത് പറയുന്നത്. ഇതേ സംഗതികൾ പല പ്രവചനം നടത്തുന്ന ആൾക്കാർക്കും അറിയാം. വയനാട്ടിലെ ചൂരൽമലയിൽ നടന്ന ഉരുൾപൊട്ടൽ നേരത്തെ പ്രകൃതി നിശ്ചയിച്ചതാകുമോ? നേരത്തെ പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ടാവും താമസിക്കരുത്. ഞാൻ ചോദിക്കുന്നത്, 400-ലധികം പേരാണ് ഇപ്പോൾ ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടത്. 100-ലധികം പേരെ കണ്ടു കിട്ടാനുണ്ട്. ഈ മരണപ്പെട്ടവരുടെ എല്ലാം ശവശരീരങ്ങൾ അവിടെ ഒരുമിച്ചാണ് അടക്കം ചെയ്തിരിക്കുന്നത്. മരണപ്പെട്ടവരുടെ എല്ലാ ആത്മാക്കൾ ഉണ്ടാകുമെങ്കിൽ ആ ഒരു ഏരിയ മുഴുവൻ ഇത്രത്തോളം ആത്മാക്കൾ ഉണ്ടാകില്ലേ? അത് നമ്മളത് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രദേശത്ത് കുറച്ച് നാൾ നമ്മളവിടെ താമസിക്കണം. നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ എനർജിയുടെ അവസ്ഥ നമുക്കറിയാൻ പറ്റും. അവിടെ ഇല്ലെങ്കിൽ അത് പിന്നെ എങ്ങോട്ടായിരിക്കും പോകും? കൂട്ടത്തോടുകൂടി മരണമടഞ്ഞ സ്ഥലമാണ്. അവിടെ എന്തായിരുന്നാലും അവിടെ ആ ഒരു അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ പല എനർജികളും സങ്കല്പങ്ങളും അവിടെ ഉണ്ടാവും, ആ പ്രദേശത്ത് തന്നെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരെയൊക്കെ പേടിക്കേണ്ടതുണ്ടോ? യാതൊരു വിധത്തിലും ഒരാഗ്രഹങ്ങളും പൂർത്തീകരിക്കാതെ പോയ ഒരു കൂട്ടം ആളുകളാണ്. നാളെ രാവിലത്തേക്ക് ദോശ ചുടാൻ അരി അരച്ചു വെച്ച അമ്മമാർ മുതൽ നാളെ രാവിലെ മകളുടെ കല്യാണത്തിന് സ്വർണ്ണം വാങ്ങാൻ പണം സ്വരുക്കൂട്ടി വെച്ച അച്ഛന്മാർ വരെയുണ്ട്. നമുക്ക് ഒരു ആത്മാക്കളെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കേണ്ട ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ്, അവരെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ആത്മാക്കളെ എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മാക്കൾ സാധുക്കളെന്ന് എനിക്ക് പറയാനേ പറ്റുള്ളൂ. ആത്മാക്കളെ പേടിക്കേണ്ട ആവശ്യമില്ല. ആത്മാക്കൾ അങ്ങനെ പേടിക്കേണ്ട. അവരെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, പ്രേതം എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്, ആത്മാവിൻ്റെ ഒരവസ്ഥയാണ്. മരണം എപ്പോഴും ഒരു മനുഷ്യനുണ്ടാവും. പക്ഷെ ആ മരിക്കുന്ന അവസ്ഥ, അത് അതിൻ്റെ മോശമായ അവസ്ഥ അനുസരിച്ചാണ് ഈ പ്രേത അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ യാതൊരു വിധമായ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാതെ മരണപ്പെടുകയാണ് അവർ. അതല്ല ഞാൻ പറഞ്ഞു പറഞ്ഞതിലാണ്. ഇപ്പോൾ ആ പ്രേത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള അവരുടെ ആഗ്രഹങ്ങൾ, മനസ്സിലായോ? ആ ആഗ്രഹങ്ങൾ മതിയാവാതെയാണ് അവർ മരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് അവരുടേതായ ചില മാനസിക സംഘർഷങ്ങൾ അവർക്കുണ്ടാവും. പക്ഷെ നമ്മൾ അവിടെ ചെന്നിട്ട് ചില ആൾക്കാരുണ്ട്, അവരെ ആവാഹിക്കാനും അവരെ കണ്ടെത്താനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരിൽ ചില ആൾക്കാർ ഇവരുമായിട്ട് മീറ്റ് ചെയ്തെന്ന് വരാം. ആ മീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഇവർക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കില്ല. അപ്പോൾ കഴിയുന്നത് നമ്മൾ അത്തരം കാര്യങ്ങൾ അങ്ങോട്ട് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അത് അവർ ജീവിച്ചോട്ടെ, അവർ മരിച്ചെങ്കിലും അവർ ജീവിച്ചോട്ടെ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു നെഗറ്റീവ് എനർജി നമ്മൾ കണ്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരിടത്ത്, നമ്മൾ വളരെ കുഴപ്പമില്ലാത്ത ഒരാളാണ്, നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഇരിക്കുന്നെന്ന് വയ്ക്കുക. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ, ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്തവസ്ഥയാണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം എല്ലാം ആത്മാവാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. മറ്റൊരാളിൻ്റെ മാനസിക സംഘർഷവും നമ്മളിലേക്ക് വരാം. ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരാളിൻ്റെ മാനസിക സംഘർഷവും നമ്മളിലേക്ക് വരാം. അതായത് ഒരു റൂമിനുള്ളിൽ 4 പേർ ഇരിക്കുന്നു, അതിൽ 3 പേർ വളരെ സന്തോഷമായ അവസ്ഥയിലിരിക്കുകയാണ്. അവർക്ക് ജീവിതത്തിൽ യാതൊരു വിധമായ പ്രശ്നങ്ങളുമില്ല, അന്നത്തെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, വീട്ടിൽ പോയാൽ മതി, സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഒരാൾ മാത്രം അതിഭീകരമായ ടെൻഷനിലിരിക്കുന്നു, അയാൾ കുറേ പ്രശ്നങ്ങൾ അയാളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷങ്ങൾ ഇവരെ അഫക്റ്റ് ചെയ്യുന്നു. അവർ ഒരു സൈക്കിക് അവസ്ഥയിലുള്ളവരാണെങ്കിൽ അവരെ അത് റീഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ റൂമിലിരിക്കുന്ന 5 പേരുടെ എന്തെങ്കിലും മാനസികാവസ്ഥ താങ്കൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ അതിനു വേണ്ടി ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഷൂട്ടിന് വേണ്ടി അത് കാണിക്കാൻ പറ്റില്ല, അത് പറയാനും പറ്റില്ല. കാരണം അത് ചെയ്യുന്നതും പറയുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഒരാൾ വരെയാണ്, അവരുടെ പ്രശ്നം പറഞ്ഞു വരികയാണ്, അപ്പോൾ നമുക്കറിയാം
അവരുടെ മാനസികാവസ്ഥ എന്താണ്. ഒരു പരീക്ഷണത്തിന് ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ താങ്കൾ തയ്യാറല്ല എന്നാണ്? ഞാൻ തയ്യാറല്ല. കൃത്യമായി ഞാനൊരു പരീക്ഷണത്തിലേക്കാണ് വലിച്ചുകൊണ്ട് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് താങ്കൾ ആ മറുപടി പറഞ്ഞത്. അല്ല, അത് മനസ്സിലാക്കണമല്ലോ. അത് അതല്ലേ മനുഷ്യരെന്ന് പറയുന്നത്, മനസ്സിലാക്കണമല്ലോ. കാരണം ഇത് അങ്ങനെ ഒരു പരീക്ഷണം നടത്തി എൻ്റെ ഇന്ന വിദ്യയുണ്ട്, ഇന്ന രീതിയുണ്ട്, ഞാൻ ഇപ്പോൾ ആത്മാവിനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് 10 വിളിച്ചിട്ട് കാണിക്കാനുള്ള സംഭവമൊന്നുമല്ല. സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർ അതിനുവേണ്ടി മനസ്സ് വയ്ക്കാതെ ഇരിക്കുന്നവരുണ്ട്. അത് ഏറ്റവും നല്ലതാണ്. നിരീശ്വരവാദികൾ ഭൂമിയിൽ ആവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്തിവാദത്തിലും ഈശ്വരവാദത്തിലും ഒരുപാട് അനാചാരങ്ങളും അതിനെ വെച്ച് മുതലാക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനെയൊക്കെ എതിർക്കാനും ചില മണ്ടൻ സമ്പ്രദായത്തെ എതിർക്കാനും യുക്തിവാദികളെ പോലെയുള്ള ആൾക്കാർ വേണം. പക്ഷേ ഈ യുക്തിവാദികളും സഹികെട്ട് വരുമ്പോഴത്തേക്ക് ചില മന്ത്രവാദികളുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ടുമുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഞാൻ വന്ന കാര്യം മറ്റാളറിയില്ലെന്ന് പറയും. സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് അവർ വരുന്നത്. ഞാൻ താങ്കളുടെ അഭിമുഖം പുറത്തു നിന്ന് കാണുന്ന ഒരാളാണെന്ന്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ദൈവമേ, ഈ പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ടായിരിക്കുമോ, ഈ ആത്മാക്കളുടെ പ്രശ്നങ്ങളായിരിക്കുമോ? ഞാൻ വേണുചേട്ടനെ വന്ന് കാണുന്നു. താങ്കളുടേതായ രീതിയിൽ എന്താണ് പറയാമെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ വന്നിട്ടില്ല. എന്തായാലും പറയുകയാണെന്ന് വെക്കൂ, താങ്കൾ കണ്ടെത്തുകയാണ് ഇയാളുടെ വീട്ടിലോ ഇയാൾക്കൊപ്പമോ ഒരു ആത്മാവുണ്ട്, ഇത് കണ്ടെത്തുന്നത് വിചാരിക്കുക. ഈ കഥ ഇതിൻ്റെ വേറൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഇടയ്ക്ക് സംഭവിച്ചതാണ്. ഒരാൾ ഫോൺ ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പറഞ്ഞ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരാൾ പിൽക്കാലത്ത് ഫേസ്ബുക്ക് വഴി കണ്ടു, പക്ഷേ അദ്ദേഹം മരണപ്പെട്ടുപോയി. പക്ഷേ കാണാൻ യാതൊരു സംസാരിക്കാനോ യാതൊരു കഴിഞ്ഞില്ല, ഒരു മരണപ്പെട്ടുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടോ എന്നൊരു ഡൗട്ട് അവർക്ക് തോന്നി. അപ്പോൾ അവർ പല ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് അവർ പറഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ കണക്റ്റഡാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരെന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിച്ചില്ല. കാരണം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ ഇതാണ്, കഴിഞ്ഞ ജന്മമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം അവരുടെ റൂട്ട് എനിക്ക് മനസ്സിലായതുകൊണ്ട് പറഞ്ഞതാണ്. കഴിഞ്ഞ ജന്മമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു തലത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ഫാമിലിയാണ്, നിങ്ങൾ അത്തരത്തിൽ പോകരുത്. അത്തരം കാര്യങ്ങൾ അങ്ങ് വിടുക. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല ആൾക്കാരുടെ സങ്കല്പങ്ങളും കയറി വരാറുണ്ട്. എനിക്ക് വേണമെങ്കിൽ അത് മറ്റൊരു തലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് എൻ്റെ ചോദ്യം അതല്ല. ഞാൻ അങ്ങനെ കൊണ്ടുപോകുമെന്നോ അല്ലെങ്കിൽ അനാവശ്യമായി പൂജകളും മന്ത്രങ്ങളും ചടങ്ങുകളും ഒക്കെ പറയുമെന്നോ ഒന്നും അല്ല എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം, ഞാൻ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് താങ്കളെ വന്ന് കാണുകയാണ്. അപ്പോൾ താങ്കൾ എനിക്ക് 1 രൂപ പോലും ദക്ഷിണ ഇനത്തിലോ ഫീസായിട്ട് ഒന്നും വാങ്ങുന്നില്ല. താങ്കൾ വാങ്ങുന്ന ആളാണോ വാങ്ങാത്ത ആളാണോ എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ് വാങ്ങുന്നില്ല. പക്ഷേ എന്നോട് പറയുന്നു താങ്കളുടെ ഭവനത്തിലോ താങ്കൾക്കൊപ്പം ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് പറയുന്നു എന്ന് വെക്കുക. താങ്കൾ കണ്ടുപിടിക്കുകയാണ്. ആ നിമിഷം മുതൽ എൻ്റെ മനസ്സമാധാനം പോവുകയല്ലേ? അല്ല, അവരെന്തിനാണ് വരുന്നത്? ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളത് കൊണ്ടല്ലേ വരുന്നത്. അതെ, അല്ല, എന്തോ സംഭവിച്ചു, അതെന്താണെന്ന് അറിയില്ല. അത് എന്താണെന്ന് അത് നമ്മൾ കണ്ടെത്തി അത് പറയേണ്ട സാഹചര്യം അയാൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകമുണ്ടെങ്കിൽ അത് അതിൻ്റെ രീതിയിൽ പറയും. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, ഈ ഒരു അവസ്ഥാവിശേഷം മാറിക്കിട്ടും. കാരണം അയാളെ പറഞ്ഞ് പേടിപ്പിക്കാനോ പറഞ്ഞ് അതിലോട്ട് വലിച്ചിടാനോ ഞാൻ തയ്യാറല്ല. അല്ല, ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിനെ വലിയ ഒരു ബിസിനസ്സാക്കി അജ്ഞാനികളായ കുറേ കപട ആചാര്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. എല്ലാ മതവിഭാഗത്തിലുമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇതിനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അല്ല, അങ്ങനെ ഒരു ഭയം സൃഷ്ടിച്ച് പണമുണ്ടാക്കുന്നത് അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഞാൻ ഒരിക്കലും ധനത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇങ്ങനെ ഒരു ആൾ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം കേൾക്കും. ആദ്യം കേട്ടിട്ട് ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത്, എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ അടുത്ത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. കാരണം ഇന്നത്തെ ആധുനിക ജീവിതശൈലിയിൽ അതൊക്കെ കാണണം. അപ്പോൾ അവർ പറയുന്നത്, ചില ആൾക്കാർ പറയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കാണണം. നിങ്ങൾ കണ്ട് അവർ എന്താണ് പറയുന്നത് കേട്ട് മനസ്സിലാക്കി വരിക.
ഇടയ്ക്ക് ഒരാൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഒരു സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, ഇത് ഡേഞ്ചർ മേഖലയാണ്, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ അവിടെ ആ ആളിൻ്റെ ഒരു വകയിലൊരു ബന്ധുവാണ്, ഒരു 10-28 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആ വിഷയം ഞാൻ ജോർജ് മേത്തൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ജോർജ് മേത്തൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയി ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ സ്ത്രീയുടെ അത് ശരിയാണോ എന്ന് അറിയണം, ആ സ്ത്രീ അനുഗ്രഹിക്കുന്നത് ശരിയാണോ എന്നറിയണം. പിന്നെ അവിടുത്തെ അന്തരീക്ഷം നോക്കിയിട്ടൊന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വലിയ താല്പര്യമില്ല ആ വിഷയം, എങ്കിലും അയാൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരു പാർട്ടി ആയതുകൊണ്ട് അയാളെ കൂടെ ഞാൻ പോയ സമയത്ത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു ഓലപ്പുരയെല്ലാം കെട്ടിവെച്ച് അവിടെ അമ്പലം ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു 6 അടി പൊക്കമുള്ള 2-3 ശൂലങ്ങളൊക്കെ വെച്ചിട്ട്, വാള് ശൂല ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു 28 വയസ്സ് വരും പ്രായത്തുള്ളവന് ഒരു പെൺകുട്ടിയാണത്. അപ്പോൾ ഞാൻ കേട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ചേട്ടാ ഞാൻ അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്നിട്ട് എന്ന് ചോദിച്ചു. എൻ്റെ ശരീരത്ത് മുരുകൻ വരും, ഗണപതി വരും, അയ്യപ്പൻ വരും, ശിവൻ വരും, ദേവി വരും, വിഷ്ണു വരും എന്നൊക്കെ ഞാൻ പറയും. ഞാൻ ഇവരെ ഇങ്ങനെ തന്നെ നോക്കുകയാണ്. അപ്പോൾ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ ഏതാണ് വരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പരിസരത്ത് അവരെ ബന്ധുക്കൾ മാത്രമാണുള്ളത്. ആ ബന്ധുക്കളെല്ലാം ഏതാണ്ട് ഒരു 10-30 പേരിങ്ങനെ വളഞ്ഞ് ഏരി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്തായിരുന്നാലും കുറേ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ആരാണിത് പറഞ്ഞത്? അത് ജ്യോത്സ്യരാണ് പറഞ്ഞിട്ടുള്ളത്, വിഷ്ണു വരും ബ്രഹ്മാവ് വരും എന്നൊക്കെ പറഞ്ഞു, ജ്യോത്സ്യരാണ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയ ആളെ മുഖത്ത് നോക്കും, ഞാൻ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞില്ല, എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവരുമായിട്ടൊന്ന് സംസാരിച്ചു. ഞാൻ നിങ്ങളുടെ ഭർത്താവ് എവിടെയാണ്? അത് ഗൾഫിലാണ്. ഞാൻ പറഞ്ഞു അയാളെ ഇടയ്ക്കൊക്കെ ഒന്ന് വരാൻ പറയണം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ജ്യോത്സ്യന്മാരല്ലാതെ സൈക്കാട്രിസ്റ്റന്മാരാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് ഒരാളിനെ കണ്ടു. ഞാൻ ഒരാളിനെ കാണാൻ പാടില്ല, പല ആൾക്കാരെ കാണുക. കാരണം ഇപ്പോഴുള്ള സൈക്കാട്രിസ്റ്റന്മാരും അവസാനം അവരെ കൈവിട്ട് പോകുമ്പോൾ അവർ പറയുന്നത് ഏതെങ്കിലും നിങ്ങളുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് എന്തെങ്കിലും ഒന്ന് പോകണം. ചില ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, അല്ലാതെ അവർ പറഞ്ഞത് ഞാൻ കേട്ടതല്ല. അപ്പോൾ അവർ എന്തോ എൻ്റെ നല്ല സമയമാണോ എന്ന് എനിക്കറിയില്ല, ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും അവർ എൻ്റെ അടുത്ത് അന്ന് ഒരു മൗനം പാലിച്ചിട്ട് ഞാനും ഇയാളുമായിട്ട് പതുക്കെ വെളിയിറങ്ങിയപ്പം നമ്മളെ കാണാനും എന്തിനാണെന്നറിയില്ല കുറേ ആൾക്കാർ ബന്ധുക്കൾ എന്നെ അവിടെ കൊണ്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയൊരു സംഭവമാണെന്ന് അവിടെ ആരുടെത്തോ ഒക്കെ ഇയാൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഇത് ഒറിജിനലാണ്, ഇവിടെ ബ്രഹ്മാവ് വരും വിഷ്ണു വരും എന്ന് സ്ഥാപിപ്പിക്കണം. അതാണ് എനിക്ക് മനസ്സിലായി അവർക്ക് വട്ടാണെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞാൻ ആദ്യമായി ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു വലിയ ദൈവമാക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ശരീരത്തിൽ ആത്മാവുണ്ടെന്നോ ഒരിക്കലും ഞാൻ പറയില്ല. അവരുടെ നേച്ചറായിട്ടുള്ള ജീവിതം അവരിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കും. വേണു ഇടയത്ത് എന്ന് പറയുന്ന കലാകാരൻ, ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ഈ വഴിയിലേക്ക് എത്തിപ്പെട്ടത്? ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ ഒരു കാലഘട്ടത്തിൽ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ജീവിതം പെട്ടെന്നൊരു മറിമായം പോലെ അങ്ങ് മാറിയിട്ട് എൻ്റെ കൂട്ടുകെട്ടുമൊക്കെ അങ്ങ് പോയി. അവസാനം അത് വരാൻ കാരണം വെച്ചാൽ ഒരു ബുക്കാണ് എനിക്ക് ഒരു പുസ്തകം, അതാണ് എന്നെ വഴിതിരിച്ച് വിട്ടത്. കാരണം ഞാൻ വളരെ മോശമായ അവസ്ഥയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കി അതീന്ദ്രിയ ജ്ഞാനവും അത്ഭുത സിദ്ധികളും എന്ന് പറഞ്ഞിട്ട് പുസ്തകമാണ്. അത് ചെറിയ ബുക്കാണ്, അന്ന് 10 രൂപ എന്തൊക്കെ ഉള്ളു. അന്ന് ഞാൻ അത് വായിച്ചു. ആ ബുക്ക് 2-3 പ്രാവശ്യം വായിച്ചപ്പം അതിൽ കുറേ സിദ്ധികളെക്കുറിച്ചൊക്കെ പറയുന്നു. അപ്പം ഞാൻ വിചാരിച്ചേ അതായാലും മരിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുകയല്ലേ, ഈ സിദ്ധികളൊക്കെ കിട്ടുമെന്ന് നോക്കാം എന്നൊരു പരീക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. ഈ സിദ്ധികളൊന്നും എനിക്ക് കിട്ടിയില്ല. അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു സിദ്ധിയൊന്നും കിട്ടിയില്ല. പക്ഷേ അതിന് ശേഷം എൻ്റെ ഒരു ജീവിതം ഒരു പ്രത്യേക ആംഗിളിൽ മറിഞ്ഞു എന്നുള്ളതാണ്. എനിക്കറിയേണ്ടത് വേണു ഇടയത്ത് എന്താണ് ഈ ഒരു മേഖലയിൽ ചെയ്യുന്നത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞു ജോർജ് സാറിനൊപ്പം
പോയ കഥ താങ്കൾ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞു. എന്താണ് താങ്കൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു മേഖലയിൽ? അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് അവരുടെ ജീവിത പശ്ചാത്തലത്തിനെ കുറിച്ചാണ് ആദ്യം അറിയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, താങ്കളുടെ ആ ഒരു പ്രോസസ്സല്ല എനിക്കറിയുന്നത്. താങ്കൾ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് ഒരു പ്രശ്നം ബാധിച്ചു നിൽക്കുന്ന ഒരാളുടെ ജീവിതകഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയാൽ ആ പ്രശ്ന പരിഹാരത്തിനായുള്ള നിർദ്ദേശങ്ങൾ ചെയ്യുകയും ആ ക്രിയകൾ ചെയ്യുകയും ചെയ്യുമോ എന്നുള്ളതാണ് എനിക്ക്. ഞാൻ ഒരിക്കലും അങ്ങനെ ക്രിയ ചെയ്യാൻ വേണ്ടി നിൽക്കില്ല, അവരെ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ നിൽക്കും. പക്ഷെ ഇത് ചെയ്യിപ്പിക്കുന്ന ആളെന്ന നിലയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളതാണ്, ഈ ആത്മാക്കളെ അവരുടെ ആ ആഗ്രഹം കൊണ്ടായിരിക്കാം അവിടെ നിൽക്കുന്നത്. താങ്കൾ ആദ്യത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പായസം വിളമ്പിയ, മധുരം വിളമ്പിയ ആ വീട്ടമ്മയെ, സുന്ദരിയായ വീട്ടമ്മയെ മനസ്സിൽ പ്രണയിക്കുന്ന ഒരു ആത്മാവ്, സ്വാഭാവികമായും അവനവിടെ അവൻ്റെ ആ ആത്മാവിന് ആഗ്രഹപൂർത്തീകരണം ഇല്ലാണ്ടാണ് മടങ്ങിപ്പോകുന്നത്. അവൻ ആഗ്രഹിച്ചത് ആ വീട്ടമ്മയാണ്, നിങ്ങളവിടെ കൊടുത്തത് പാൽപ്പായസമാണ്. ഇതെല്ലാം തന്നെ ഒരു നേരത്തെ ഫിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ നടക്കുന്നത്, ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലും നേരത്തെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്നാണ് എൻ്റെ ഒരു വിഷയം. ഞാൻ വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിലും ഞാനിന്ന് ഇവിടെ എത്തുമായിരുന്നു എന്നാണോ? അത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല, വന്ന് തന്നെ ആവണം. ചില അസുഖങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് ഡോക്ടർമാരെ കാണും അല്ലേ? നമ്മൾ സ്ഥിരം കാണുന്ന ഡോക്ടറെ വിട്ടിട്ട് ഒരുപാട് ഡോക്ടർമാരെ നമ്മൾ കാണും. പക്ഷേ അവരൊന്നും ആയിരിക്കില്ല വേറെ ഏതെങ്കിലും ഒരു ഡോക്ടർ ഒരു കുഞ്ഞു കുറിപ്പടിയിൽ തീരും, ചില കുഞ്ഞു കുറിപ്പടിയിൽ സംഭവം നിൽക്കും. എനിക്കങ്ങനെ അനുഭവമുണ്ട്. എല്ലാ അസുഖത്തിനുള്ള മരുന്ന് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്, അതാദ്യം മനസ്സിലാക്കുക. അതാണ് ഒരുവിധം നല്ല സത്യസന്ധമായ യോഗിമാരും മറ്റേ ഡോക്ടർമാരെയും വൈദ്യനെയും കാണാൻ വേണ്ടി പോകാൻ നിൽക്കില്ല. പക്ഷേ എല്ലാവർക്കും ഇല്ല അത് കേട്ടോ. മനുഷ്യർക്ക് സാധാരണ ഒരു അസുഖം വന്ന ഡോക്ടറെ തന്നെ കാണണം. ഞാൻ താങ്കളുമായി ഇത്രയും സംസാരിക്കുകയും മെഡിറ്റേഷനെ പറ്റിയൊക്കെ സംസാരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഒരു ചോദ്യം ചോദിക്കാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയ ഒരു പക്ഷേ എൻ്റെ പ്രേക്ഷകർ എന്നെ തെറി പറയും. മെഡിറ്റേഷൻ ചെയ്യുന്ന പല ആളുകൾക്ക് അവരുടെ മെഡിറ്റേഷനിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ഗണപതി, ഭഗവാൻ ശിവൻ, ഭഗവതിമാർ ഒക്കെ വരുന്നു. കൊച്ചുകുട്ടികളെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകുന്നു, ക്രിക്കറ്റ് കളിപ്പിക്കുന്നു, പാർവതി ദേവി ആഹാരം വിളമ്പി കൊടുക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ കാല് കഴുകി കൊടുക്കുന്നതിനായി മയിലിൻ്റെ പുറത്ത് കയറ്റി മുല്ലപ്പെരിയാർ ഡാമിൽ കൊണ്ടുപോയി കാല് കഴുകിച്ചു കൊടുക്കുന്നു. 5 ദിവസങ്ങൾക്ക് ഇപ്പുറം ആ കുട്ടി മെഡിറ്റേഷനിൽ കാണുന്നു മുല്ലപ്പെരിയാർ ഡാം തകരുമെന്ന്. കൃത്യമായ ഡേറ്റ് പോലും എഴുതി കാട്ടിക്കൊടുക്കുന്നു. ഞാൻ തന്നെ ചെയ്ത വീഡിയോ ആണ്, ഞാൻ ചെയ്ത അഭിമുഖമാണ്. അതിൽ SMS മെഡിറ്റേഷൻ എന്ന് പറയുന്ന മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന അനുഭവമാണ്. ഒരാൾക്കല്ല, എൻ്റെ 20-ലധികം ഓഡിയോ ക്ലിപ്പുകൾ എൻ്റെ ഫോണിലുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവമാണ്. ഒരു വലിയ പ്രകൃതി ദുരന്തം കേരളത്തിലുണ്ടാകാൻ പോകുന്നു എന്ന്. താങ്കളും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, മറ്റൊരു മെഡിറ്റേഷൻ ആകാം, എനിക്കറിയില്ല. എനിക്ക് മെഡിറ്റേഷൻ്റെ കൂടുതൽ സാധ്യതകളെ പറ്റി അറിയില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ മെഡിറ്റേഷനിൽ? ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് അവർക്ക് അതിൻ്റെ ഒരവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതി ദുരന്തമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഫീൽ ചെയ്തിട്ടുമില്ല. ചിലപ്പോൾ അത് പക്ഷേ അത്തരത്തിൽ ആ ലെവലിലേക്ക് ഞാൻ എത്താത്തത് കൊണ്ടായിരിക്കാം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മെഡിറ്റേഷനിൽ കാണുകയാണ് മുല്ലപ്പെരിയാർ ഡാം തകരുന്നത്. ആ വീഡിയോ ഞാൻ തന്നെയാണ് എടുത്തത്. ഈ കുട്ടി പറയുന്നു 100 ദിവസത്തിനകം മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, കൂടുതൽ പോയാൽ 200 ദിവസം. ഈ ഇൻ്റർവ്യൂ എടുത്തതിൻ്റെ 5ാമത്തെ ദിവസമാണ് വയനാട്ടിൽ ചൂരൽമലയിൽ ഉരുൾപൊട്ടുന്നത്. ആ കുട്ടി എന്നോട് പറഞ്ഞത് അവൻ കണ്ടത് വെള്ളവും മണ്ണും ഒലിച്ചു വരുന്നു, മരങ്ങളും ഒലിച്ചു വരുന്നു, ആളുകൾ കരഞ്ഞുകൊണ്ട് ഓടുന്നു. 4 ദിവസങ്ങൾക്കിപ്പുറം ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഞാനൊരു ഞെട്ടലോടെയാണ് TV നോക്കിയിരുന്നത്. ഇനി ഒരുപക്ഷെ ആ കുട്ടി കണ്ടത് അതാണെങ്കിലോ? അപ്പോൾ ഈ മെഡിറ്റേഷൻ്റെ പവർ കൊണ്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിയുമോ? പ്രവചിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഈ ഇടക്കാലത്ത് ഇപ്പോൾ യൂട്യൂബൊക്കെ ഇറങ്ങിയതിന് ശേഷം പല കാര്യങ്ങളും, ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വരുന്നത് പ്രവചിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് ഉറപ്പാക്കാം. നീരാളി പ്രവചിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു കുഴിയാനെ പോലും കൊണ്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു റിസൾട്ടുകളാണ് എനിക്ക് കിട്ടുന്നത്. നമ്മുടെ ജീവിത ചുറ്റുപാട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായിരിക്കാം എനിക്ക് കിട്ടുന്നത്. എൻ്റെ നേരെ വരുന്ന കുറേ കാര്യങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, സ്വാഭാവികമായിട്ട് നമ്മളറിയാതെ തന്നെ നമ്മൾ ചില സ്ഥലത്ത് നിന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടായി നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. കാരണം ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു റോഡിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് സ്വല്പം അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് നമ്മുടെ മനസ്സ് പറയും.
നമ്മൾ കുറച്ചൊന്ന് മാറുന്ന സമയത്തായിരിക്കും അവിടെ ഒരു ആക്സിഡൻറ്റ് വരണതോ അല്ലെങ്കിൽ തേങ്ങ വീഴുന്നതോ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ദൈവമായിട്ട് നമ്മളെ അവിടെ നിന്ന് മാറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മളറിയാതെ തന്നെ സെൻസ് ചെയ്യുന്നതാണത്, നമുക്കവിടെ നിന്ന് മാറണം എന്ന്. അത് അറിഞ്ഞുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിന് ഒരു ബോധപൂർവം അതിൽ വരുന്ന റിസൾട്ട് അവർ പറയുന്നു എന്നേ ഉള്ളൂ. പിന്നെ ആ കുട്ടി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ നടക്കുമായിരിക്കാം, നടക്കില്ലായിരിക്കും. നടക്കാതിരിക്കട്ടെ. നടക്കാതിരിക്കട്ടെ എന്നാണ് ഓരോ നിമിഷവും ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ഉള്ളിലുള്ള എനർജി ഏതാണെന്ന് ഇതുകൊണ്ട് കണ്ടെത്തുന്നത്. ഇപ്പോൾ നെഗറ്റീവാണ് നിൽക്കുന്നത്.